Dear students, this is another class of ratio, leverage ratio. Here we are not considering the solvency ratios but simply the leverage ratios, just like operating, financial and combined ratios. Before proceeding to the problems, equations, just go on to how we can have an EPS analysis. Okay, sales 5,000 ലെസ് വേരിയബിൾ കോസ്റ്റ് 2800, നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും 2200 രൂപ. ലെസ് ഫിക്സഡ് കോസ്റ്റ് 1200, ബാലൻസ് കിട്ടുക EBIT, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ദെൻ ലെസ് ഇൻട്രസ്റ്റ് 200, 200 രൂപ ഇൻട്രസ്റ്റ് പോയി ബാലൻസ് കിട്ടുക, ഏർണിങ്സ് ബിഫോർ ടാക്സ് 800. ലെസ് ടാക്സ് 50%, ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 400 പോയി ബാലൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 400. ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് 150 അല്ലേ, പോയി കഴിഞ്ഞാൽ ബാലൻസ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 250. ഇനി നമ്പർ ഓഫ് ഷെയർസ് ഒരു 100 ആണെങ്കിൽ 250/100 = 250. ഈ 250-നെയാണ് നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സെയിൽസ് തൊട്ട് ഏർണിങ്സ് പെർ ഷെയർ വരെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് ഇതിൻ്റെ റിലേഷൻഷിപ്പ് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല, എല്ലാ കേസുകളിലും ആവശ്യമാണ്. കമ്മിങ് ചാപ്റ്റേഴ്സിലൊക്കെ ഇത് നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ റേഷ്യോസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ലിവറേജ് റേഷ്യോസ് 3 ടൈപ്പ് ഉണ്ട്: ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു C/EBIT. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് സെയിൽസ് ലെസ് വേരിയബിൾ കോസ്റ്റ് ബാലൻസ് കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലേ. അത് നമ്മുടെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൂടി ലെസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് EBIT. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയണം നമുക്ക്. സോ ഓപ്പറേറ്റ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്ന് പോവുകയാണ്. ഓപ്പറേറ്റ് ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ C എന്ന് പറയുന്നത് 2200 രൂപയാണ്. സോ 2200 ഡിവൈഡ് ബൈ EBIT എന്ന് പറയുന്നത് 1000 രൂപയാണ് അല്ലേ. ഇപ്പോൾ 2200 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 2.2. ഓക്കെ, 2.2 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ്. സെക്കൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റ് ലിവറേജിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ സെയിൽസും അല്ലേ, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനൊക്കെയാണ് കൺസിഡർ ചെയ്തത്. അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നതിൻ്റെ ആ റിലേഷൻഷിപ്പ്, ഫിക്സഡ് കോസ്റ്റ് വരുന്നത് കൊണ്ടുള്ള ഫേമിനുണ്ടാകുന്ന നേട്ടം മെഷർ ചെയ്യാനാണ് ഓപ്പറേറ്റ് ലിവറേജ് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൽ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉണ്ട്, ഇൻട്രസ്റ്റ് അല്ലെ, പ്രിഫറൻസ് ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ഇങ്ങനെയുള്ള ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് ഉപയോഗിക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ PBT. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്ന് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെ കിട്ടുക? നമ്മുടെ ഇതാണ് കേസ് അല്ലേ. ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ EBIT, ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് കൂടി ലെസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് EBT. അപ്പോൾ ഇവിടെ ഇനി ലെസ് ചെയ്യുന്നതായിട്ട് ഇൻട്രസ്റ്റ് ആണ്, അതാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്. ഈ പ്രോബ്ലം വെച്ചുകൊണ്ട് എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം? ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ PBT. ഇവിടെ EBIT എത്രയാണ്? 1000 ആണ്. PBT 800 ആണ്. PBT എന്ന് പറയുമ്പോൾ EBT ഏർണിങ്സ് ബിഫോർ ടാക്സ് ആണ്. ഇപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 800 ഈസ് ഈക്വൽ ടു 1.25. ഓക്കെ, ദെൻ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിങ്ങിൻ്റെയും ഫിനാൻഷ്യലിൻ്റെയും കമ്പൈൻഡ് ലിവറേജ് ആണ്. ഇതിനെ കമ്പൈൻഡ് ലിവറേജ്, കോമ്പോസിറ്റ് ലിവറേജ് എന്നൊക്കെ പറയും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് C ഡിവൈഡഡ് ബൈ PBT, അതല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കേസിലെടുത്തത് ഏതൊക്കെയായിരുന്നു? CEBIT 2 ആയിരുന്നു അല്ലേ. ഓപ്പറേറ്റ് ലിവറേജിൽ നമ്മളെടുത്തത് കോൺട്രിബ്യൂഷനും EBIT. രണ്ടാമത്തെ കേസ് നമ്മളെടുത്തത് EBITയും PBTയും. മൂന്നാമത്തെ കേസ് നമ്മളെടുക്കുക ഫസ്റ്റ് ഐറ്റം കോൺട്രിബ്യൂഷനും ലാസ്റ്റ് ഐറ്റം EBTയും.
ഓക്കെ. അപ്പോൾ ഇവിടെ കോമ്പോസിറ്റ് ലിവറേജ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ പി ബി ടി. ഓക്കെ, അതായത് 2200 ഡിവൈഡഡ് ബൈ 800 ഈക്വൽ ടു 2.75. ഇതല്ലാതെയും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ഒരു കോമ്പോസിറ്റ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കോമ്പോസിറ്റ് ലിവറേജ്. ഇവിടെ നോക്കുക, ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 2.2. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 1.25. സോ 2.2 ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടണം? കോമ്പോസിറ്റ് ലിവറേജ് കിട്ടണം. ഓക്കെ, കോമ്പോസിറ്റ് ലിവറേജ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ തരികയാണ്. സെയിൽസ് 5 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 2 ലക്ഷം, ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം അല്ലേ. ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് എത്രയാണ്? 4000 രൂപ. സെയിൽസ് 4 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് സെയിൽസ് ഈ പ്രോബ്ലം മിസ്സിംഗ് ആണ്. ഇതിൽ നമ്മൾ വെറുതെ ഒരു ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ലാക്ക്, വേരിയബിൾ കോസ്റ്റ് 2 ലാക്ക്, ബാലൻസ് കോൺട്രിബ്യൂഷൻ 3 ലക്ഷം കിട്ടും, ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം കാണിച്ചു അല്ലേ. ഇനി ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് ഒരു 50,000 രൂപ എഴുതാം, 50,000. ഓക്കെ, ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് 50,000 എടുക്കുക. എന്നിട്ട് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ കമ്പൈൻഡ് ലിവറേജുകൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് 40,000, വേരിയബിൾ കോസ്റ്റ് 12,000, ഫിക്സഡ് കോസ്റ്റ് 6,000, ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് 4,000. ഓക്കെ, കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഉണ്ടാക്കണം. സെയിൽസ് 40,000 ലെസ് വേരിയബിൾ കോസ്റ്റ് 12,000, ബാലൻസ് കോൺട്രിബ്യൂഷൻ 28,000, ഫിക്സഡ് കോസ്റ്റ് 6,000, EBIT ലെസ് ഇൻട്രസ്റ്റ് EBT അല്ലേ. ഈ രീതിയിൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാനാണ് ഇപ്പം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് 50,000 എടുക്കുക. സെക്കൻഡ് കേസ് ഇവിടെ ഓൾറെഡി ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ കമ്പൈൻഡ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻസേഴ്സ് എനിക്ക് വാട്സപ്പായിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.